ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതി SITക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എന്ത് അസംബന്ധമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത്രയും വലിയ കേസിലെ പ്രതിയായ ഒരാൾ മകൻ പോലീസ് ആയതുകൊണ്ട് മാത്രമാണോ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കോടതി ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം SIT ഇത്തരത്തിൽ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 11ാമത്തെയോ 12ാമത്തെയോ പ്രതിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം പ്രതിസ്ഥാന പട്ടികയിൽ ചേർത്തിയതിനു ശേഷമാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അറസ്റ്റിനേക്കാൾ ഉപരി കൗതുകകരം അല്ലെങ്കിൽ അറസ്റ്റിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഒന്ന് ശ്വസിക്കാൻ പോലും സാധിക്കാത്ത നിലയിൽ അത്രത്തോളം അവശനായി അത്യാസന്ന നിലയിൽ കിടക്കുന്ന ശങ്കർദാസിനെയാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ദൃശ്യങ്ങളിലൂടെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെയാണ് SIT ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്ര വലിയ അസുഖത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞ കേസുകൾക്ക് പ്രതികളായിട്ടുള്ളവരാണെങ്കിലും ഒരു നാൾ ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് വരേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അറസ്റ്റിലാകും, ജയിലിൽ പോകുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി പ്രതി എന്നൊരു ലേബലിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. തീർച്ചയായും ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രതിയെ അറിയാം എന്നിട്ട് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? അയാളൊരു കുറ്റവാളിയാണ്, അതുകൊണ്ട് അയാളുടെ ഏത് രോഗശൈലിയാണെങ്കിൽ പോലും അറസ്റ്റ് രേഖപ്പെടുത്തണം തന്നെയാണ്. ശങ്കർദാസിനെ അതുകൊണ്ട് പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നൊന്നുമല്ല, ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും തുടരുന്നത്. നടപടിക്രമം അനുസരിച്ച് അവിടേക്ക് ചെന്ന് മൊഴി രേഖപ്പെടുത്തുന്ന രീതിയായിരിക്കും. പക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അത്ര സെൻസേഷണൽ ആയിട്ടൊരു കേസാണ് ശബരിമല കൊള്ള കേസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ 8, 9, 10 അത്രയും പ്രതികളെയൊക്കെ പിടിക്കാനുണ്ടായിരുന്ന ആ ഒരു കാലതാമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തന്നെ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന കേസിൽ ഇതേപോലെ തന്നെ വളരെയധികം വിമർശനങ്ങൾ നേരിട്ട് തന്നെയാണ് ഓരോ അറസ്റ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഈ പറയുന്ന ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായ തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് ആണെങ്കിൽ പോലും എല്ലാത്തിനും കൃത്യമായിട്ടൊരു നടപടിക്രമത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ കടന്നേ പറ്റുള്ളൂ എന്നൊരു സ്ഥലത്തിലേക്കാണ് പോകുന്നത്. ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ്, തന്ത്രി മാത്രമല്ല മന്ത്രിയാണെങ്കിലും ഈ ഒരു പോക്കിലാണെങ്കിൽ പെടേണ്ടി വരും എന്ന രീതിയിലാണ് പോകുന്നത്. ഇതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള അറസ്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതിന്റെ മറ്റൊരു ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കർദാസിന്റെ മകൻ എന്ന് പറയുന്നത് ഹരിശങ്കർ ആയിരുന്നു. ഹരിശങ്കറിനെ എല്ലാവർക്കും അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു പേരാണ് ഹരിശങ്കർ എന്ന് പറയുന്നത്. ഇതിനു മുൻപ് സ്ത്രീ പ്രവേശന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നും ഈ പറയുന്ന ശബരിമലയിലേക്ക് കയറാൻ വന്നിട്ടുണ്ടായിരുന്ന യുവതികളെ എല്ലാ സംരക്ഷണയോടുകൂടി വളരെ സീക്രട്ട് ആയിട്ട് ശബരിമലയിലേക്ക് എത്തിച്ചതും തിരിച്ചിറങ്ങാൻ നേരം മാത്രമാണ് ഇങ്ങനെ രണ്ടുപേർ പ്രവേശിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് വരെ കിട്ടുന്നത്. അത്തരത്തിൽ ആ ഒരു പ്രവേശനം വളരെ സുഗമമായി നടത്തിയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ഹരിശങ്കർ. ഇപ്പോ ഇതിനെ ഈ ഒരു അറസ്റ്റിനെ പലരും പറയുന്നത് പോലും മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു കേട്ടൊരു കാര്യമാണ്. അയ്യപ്പന്റെ മധുര പ്രതികാരമാണിത്. മകരജ്യോതിയുടെ അന്ന് തന്നെ ഈ പറയുന്ന രോഗശയ്യയിലാണെങ്കിൽ പോലും വിടാതെ പിന്തുടർന്ന ഈ പറയുന്ന അയ്യപ്പ ശാപം തന്നെയാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചത്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും വിലയിരുത്താൻ പറ്റില്ല. വർഷങ്ങളായിട്ട് നടന്ന ഒരു കൊള്ളയാണ്. അതിന്റെ പേരിൽ തന്നെയാണ് അയാളെ അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത്. അതെ, പക്ഷേ നമ്മൾ ഇതിനു മുൻപ് പല ചർച്ചകളിൽ നമ്മൾ പലരും പറഞ്ഞതുപോലെ അയ്യപ്പന്റെ മുതല് തൊട്ട് വരെ അല്ലെങ്കിൽ കട്ട വരെ അയ്യപ്പൻ വെറുതെ വിടില്ല. തീർച്ചയായിട്ടും അയ്യപ്പൻ ഓരോരുത്തരെയും എണ്ണി കണക്ക് ചോദിക്കുമെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തതിന് ശേഷമാണ് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നിലയിലേക്ക് ഗുരുതരമായ അവസ്ഥയിലേക്ക് അദ്ദേഹം നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ എന്നിട്ട് പോലും വിടാതെ പിന്തുടർന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്റെ മുതലുകൾ എടുത്തത് നീയും പങ്ക് ചേർന്നിട്ടുണ്ടോ, നീയും അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നാളൊരു അറസ്റ്റിൽ എത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലും അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടുവന്ന ഒരു പക്ഷെ അയ്യപ്പൻ തന്നെയായിരിക്കണം എന്നാണ് മനസ്സിലാക്കാൻ. സമൂഹത്തിൽ വളരെ വലിയ സ്ഥാനങ്ങളൊക്കെ നയിച്ചിട്ടുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണെങ്കിൽ പോലും ശബരിമലയില് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ സമൂഹത്തിൽ അത്യാവശ്യം നല്ല ഒരു വില കിട്ടിയിരുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോ തന്ത്രി കണ്ഠര രാജീവരെയും പലരും ദൈവതുല്യന്മാരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവരൊക്കെ എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ തന്നെയായിരുന്നു പലരുടെയും മനസ്സിൽ. എല്ലാവരുടെയും മനസ്സിലല്ലെങ്കിൽ പോലും പലരുടെയും മനസ്സിൽ അത്ര വലിയ സ്ഥാനത്തിരുന്ന ആൾക്കാരാണ്. ആ വിഗ്രഹങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്നപ്പോ ഈ പറയുന്ന രീതിയിൽ കൊള്ള നടത്തുന്നുണ്ട്, അവർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ട്, അതിൽ നിന്നുള്ള മുതൽ വെച്ച് ആസ്വദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോഴും ഈ രീതിയിൽ വളരെ സുഖമായിട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്റ്റാറ്റസ് ഇടിയുന്നില്ല, അതേപോലെ ദൈവതുല്യരായി ഇവരെ എല്ലാവരും കാണുന്നു. പക്ഷെ എന്നിട്ട് പോലും ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ വിഗ്രഹങ്ങളൊക്കെ വീണുടഞ്ഞില്ലേ? ഇത്ര വർഷം അവര് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമേജ് പോലും ഒറ്റ നിമിഷം കൊണ്ട്, ഇപ്പൊ രോഗശൈലിയിലാണ്, ഇപ്പൊ മരണശൈലിയിലാണെങ്കിൽ പോലും അയാളുടെ പേരെന്തായി? ശബരിമല കൊള്ള കേസിലെ കുറ്റവാളി, അല്ലെങ്കിൽ മോഷണ മുതലിനകത്തിൽ
പങ്കുള്ള ഒരു വ്യക്തി എന്ന ലേബലിലേക്ക് ഈ പറയുന്ന ശങ്കർദാസ് പോലും പോയില്ലേ? അതെ, ഇപ്പോൾ ശങ്കർദാസിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്ന കോടതി, കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അദ്ദേഹത്തെ പരിശോധിച്ച മെഡിക്കൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ ഇനിയിപ്പോൾ ജാമ്യം കിട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ജാമ്യം കിട്ടിയില്ല എന്നിരിക്കട്ടെ, ജാമ്യം കിട്ടിയാൽ പോലും ജനങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തെ കാണുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സിൽ അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പ്രതി തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ പ്രകാരം അദ്ദേഹത്തോടൊരു സഹതാപ തരംഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പോലും വഴിയില്ലാത്ത നിലയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ വല്ല ഏതെങ്കിലും ഒരു പീഡന കേസിൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ളവർക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു സഹതാപ തരംഗം അദ്ദേഹം ഇത്രയും പ്രായമായില്ല, ഇത്രയും അവസ്ഥയിലാണല്ലോ എന്നുള്ളൊരു ചിന്ത വരാമെങ്കിൽ പോലും ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൊള്ള കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സഹതാപമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദയോ ദാക്ഷിണ്യമോ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്നുള്ളത് മിക്ക കേസുകളിലും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഒരു റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്തു, അയാൾക്ക് രോഗശൈലിയിൽ കിടക്കുകയാണെന്ന് വെച്ച് നമുക്ക് അയാളുടെ അവസ്ഥ ആലോചിച്ച് പ്രത്യേകിച്ച് ഒരു വിഷമങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. കാരണം ഒരു കർമ്മപരം എന്ന രീതിയിൽ അയാൾ ചെയ്തതിനുള്ളതാണ് അയാൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നുന്നു. അപ്പൊ ഇയാളാണെങ്കിലും ഈ പറയുന്ന മരണശൈലിയിൽ കിടക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇപ്പൊ അയാളൊന്നും ചെയ്യാതെ നമ്മൾ പോയി കുറ്റവാളിയാക്കുകയാണ് അല്ലെങ്കിൽ കുറ്റ ആരോപണം നടത്തുകയായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പാവം മനുഷ്യൻ, അല്ലെങ്കിൽ ഒന്ന് ട്യൂബ് വെച്ച് മാത്രം ശ്വസിക്കാൻ പറ്റുന്ന അത്രയും ഒരു വയ്യാത്ത രോഗശൈലിയിൽ കിടക്കുന്ന ഒരാളെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഈ സ്ഥിതി വന്നല്ലോ എന്നൊരു സഹതാപം തോന്നാം. പക്ഷെ ഈ കാര്യത്തിൽ വർഷങ്ങളോളം കട്ടുകൊണ്ടിരുന്ന മുതലിന്റെ അല്ലെങ്കിൽ പങ്ക് പറ്റിക്കൊണ്ടിരുന്ന കൃത്യമായി ഇത് കുടുംബത്ത് കൊണ്ടുപോയി അത് ആസ്വദിച്ച് ജീവിച്ച ഒരാള് രോഗശൈലി എത്തിയാൽ പോലും താൻ അല്ലെങ്കിൽ താൻ ചെയ്തതിനുള്ളത് നിയമപ്രകാരം അല്ലെങ്കിൽ നിയമ നടപടിയുടെ സ്വീകരിക്കേണ്ടി വരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് സഹതാപങ്ങളൊന്നും ഒരാൾക്ക് തോന്നില്ല. പ്രത്യേകിച്ച് ഈ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഈ പറയുന്ന സാധാരണ ഇങ്ങനെ സഹതാപം തോന്നുന്ന ജനങ്ങൾക്ക് പോലും തോന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അവരിതൊക്കെ ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത്. ദൈവം ശിക്ഷ കൊടുത്തു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് കൃത്യമായി തെളിവുകൾ എത്തി അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഈ പറയുന്ന ഐസിയുവിൽ കിടക്കുന്ന ഒരാളെയൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോവില്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായ ഓരോ വ്യക്തികളും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ, അയ്യപ്പന് വേണ്ടി ഇത് ചെയ്തു, ശബരിമലയ്ക്ക് വേണ്ടി ഇത് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിട്ടുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം പത്മകുമാർ ആണെങ്കിൽ പോലും 52 ദിവസമായി ഇനിയെങ്കിലും എന്നെ പുറത്തു വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേൺ അപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതിനുപോലും സാധിക്കാത്ത നിലയിലാണ് ശങ്കർദാസ് ഇപ്പോഴുള്ളത്. ഇത്രയും വലിയൊരു അവസ്ഥയിൽ മരണം മുന്നിൽ കണ്ട് കിടക്കുമ്പോൾ ഈ പറയുന്ന സമയങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ചെയ്തതിന്റെ കൃത്യമായ പ്രതിഫലം അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വേണം കരുതാനായിട്ട്. ഇത്രയും നാളെ സൂചിച്ച് ജീവിച്ചില്ലേ, ഇനി ആ ഒരു പാപഭാരം പേറിക്കൊണ്ട് താൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തു, തനിക്ക് അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അന്ന് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടി നേറി അവസാന കാലഘട്ടം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ശങ്കർദാസ് പോയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകനും ഈ ഒരു കേസിൽ ഒരുപക്ഷെ നേരിട്ടോ അല്ലാതെയോ പങ്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അച്ഛൻ ചെയ്ത തെറ്റിന് മകനും പങ്കാളികളാണല്ലോ. അറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു കേസിൽ പ്രതിയായിരുന്ന ഒരു വ്യക്തിയെ അറിഞ്ഞുകൊണ്ട് സംരക്ഷിക്കുന്നത് അച്ഛനായാലും ശരി ആരായാലും ശരി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ള ശിക്ഷ കൂടി ഈ പറയുന്ന മകനും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയും ഒരുപാട് ആളുകൾ എവിടെയൊക്കെ പോയി ഒളിച്ചാലും ഏതൊക്കെ നിലയിലായിട്ടുള്ളവരാണെങ്കിലും ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഓരോ വ്യക്തികളും പുറത്തു വരിക തന്നെ ചെയ്യും. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടോ അവരെല്ലാവരെയും എണ്ണി അയ്യപ്പൻ കണക്ക് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ നിന്നും അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ശങ്കർദാസിന്റേത്. ഒരുപക്ഷെ അദ്ദേഹം ഇത്രയും വലിയ രോഗാവസ്ഥയിൽ കിടക്കുന്നു, മരണത്തിന് മുൻപ് തന്നെ ഇത്രയും വലിയൊരു അറസ്റ്റിലേക്ക് എത്തുന്നു, ജയിലിൽ പോവുക എന്നതിനേക്കാൾ ഉപരി പ്രതിസ്ഥാനത്ത് എത്തുന്ന ഒരു സാഹചര്യം വരുന്നു. അതും 12ാമത്തെയും 11ാമത്തെയും ഒക്കെ പ്രതിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ, കോടതിയുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിലൂടെ SITയുടെ നീക്കങ്ങൾ കൃത്യമായി തന്നെ പോകുമെന്നും പൊതുജനങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ അയ്യപ്പന് നീതി കിട്ടുന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ആരൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നു രാഹുൽ ഈശ്വറൊക്കെ പറയുന്നുണ്ടായിരുന്നു അയ്യപ്പൻ നേരിട്ട് കൊണ്ടൊന്ന് മൊഴി കൊടുത്തിട്ടാണോ തന്ത്രി അറസ്റ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ തന്ത്രിയെ ന്യായീകരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ അയ്യപ്പൻ നേരിട്ടല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വാധീനം ഈ ഒരു കേസിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇനി ഒരുപാട് ആളുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എത്രയോ വമ്പന്മാരാണെങ്കിലും എത്രയൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും തീർച്ചയായും കൊടുങ്ങുമെന്നുള്ളത് തന്നെയാണ്.